In the last class we have discussed about the how to define a macro and how to invoke a macro. അപ്പോൾ ഒരു മാക്രോയും പ്രൊസീജിയറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. മാക്രോയുടെ കേസിലാണെങ്കിൽ മാക്രോ എക്സ്പാൻഷനാണ് നടക്കുന്നത്. മാക്രോ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഒരു മാക്രോ എക്സ്പാൻഷനാണ് നടക്കുന്നത്. അതായത് അസംബ്ലിങ്ങിന് മുമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് കോഡിനകത്ത് എവിടെയാണ് മാക്രോ ഇൻവോക്കേഷൻ ഉള്ളത് അവിടെ എന്ത് ചെയ്യും, ഈ മാക്രോയുടെ ബോഡി വെച്ചിട്ട് റീപ്ലേസ് ആവും. പാരാമീറ്ററൊക്കെ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു എക്സ്പാൻഷൻ നടക്കും. അങ്ങനെ എക്സ്പാൻഡഡ് പ്രോഗ്രാമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അസംബിൾ ചെയ്യുന്നത്. പക്ഷേ പ്രൊസീജിയറിൻ്റെ കേസിൽ എന്താണ്, എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊസീജിയർ കോൾ വരുമ്പോൾ കൺട്രോൾ പ്രൊസീജിയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. there will be only one the procedure body will be stored only at one place and the control will transfer during the execution time. Okay, and after when the return statement is reached, the control will go back to the calling program. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രൊസീജിയർ കോളിൻ്റെ കേസിൽ എന്തായിരിക്കും, കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നത് റൺ ടൈമിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ മെമ്മറി ടേംസിൽ പറയുകയാണെങ്കിൽ എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ച് സ്പേസ് മതി എന്നുള്ളതാണ്. പക്ഷേ ഈ മാക്രോൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു മാക്രോയുടെ ബോഡി അവിടെ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, മെമ്മറി സ്പേസ് കൂടുതൽ വേണ്ടി വരും. ബട്ട് ഇൻ ടേംസ് ഓഫ് സ്പീഡ് ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. കാരണം എന്താണ്, കൺട്രോൾ ട്രാൻസ്ഫർ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനിഷനും മാക്രോ ഡെഫിനിഷൻ ആൻഡ് മാക്രോ ഇൻവോക്കേഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ദ നെക്സ്റ്റ് ഈസ് ഹൗ ടു ഡിസൈൻ എ മാക്രോ പ്രോസസ്സർ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. മാക്രോ പ്രോസസ്സർ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പർപ്പസ് എന്താണ്, ഈ ഒരു പ്രോഗ്രാമിനകത്ത് മാക്രോ ഉണ്ടെങ്കിൽ, മാക്രോ ഇൻവോക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അതാണ് എന്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഈ മാക്രോ പ്രോസസ്സറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, if there is okay, we can express this by using this block diagram. We'll have our source program with macro and macroprocessor is a system software. That will convert the source program with macro into source program without macro. അല്ലെങ്കിൽ എന്ത് പറയും, ഔട്ട്പുട്ട് വിൽ ബി ആൻ ഓർ expanded program. മാക്രോ പ്രോസസ്സറിനകത്ത് സോഴ്സ് പ്രോഗ്രാം വിത്ത് മാക്രോ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത്, മാക്രോ പ്രോസസ്സർ വിൽ expand all the macro invocations present within this program and then the output will be an expanded program or source program without macro. And this program can be given to our normal assembler. Assembler will generate the assembly code. ഓക്കെ, ഇതേ കൺസെപ്റ്റ് കമ്പൈലറിൻ്റെ കേസിലുണ്ട്. കമ്പൈലറിൻ്റെ കേസിലും എന്താണ് ഇവിടെ, കാരണം സോഴ്സ് പ്രോഗ്രാം എന്നുള്ള കേസാണല്ലോ വരുന്നത്. അപ്പോൾ കമ്പൈലറിൻ്റെ കേസിലാണെങ്കിൽ ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സ്പാൻഡ് പ്രോഗ്രാം കമ്പൈലറിന് ഇൻപുട്ടായിട്ട് കൊടുക്കും. ദാറ്റ് വിൽ ജനറേറ്റ് ദി ഒബ്ജക്റ്റ് കോഡ്. അസംബ്ലറിൻ്റെ കേസിലാണെങ്കിൽ അസംബ്ലറിന് ഇൻപുട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. എനിഹൗ മാക്രോ പ്രോസസ്സർ വിൽ പെർഫോം ദി സെയിം ജോബ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദി മാക്രോ പ്രോസസ്സർ. So then we have to consider the how to
ഡിസൈൻ എ മാക്രോപ്രോസസർ. മാക്രോപ്രോസസറിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം നമുക്കെങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. So you may design a 2-pass macroprocessor. That is, in pass 1 process all macro definitions, in pass 2 expand all macro invocation statements. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 2 പാസ് വെച്ചിട്ടുള്ളൊരു മാക്രോ പ്രോസസറിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. However, 1 pass may be enough because all macros would have to be defined during the first pass before any macro invocations were expanded. The definition of a macro must appear before any statements that invoke that macro. Moreover, the body of one macro can contain definition of other macros. അപ്പോൾ നമുക്ക് 2 പാസ് വെച്ചിട്ടുള്ള മാക്രോ പ്രോസസർ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. നമ്മൾ നേരത്തെ അസംബ്ലറിൻ്റെ കേസൊക്കെ പറഞ്ഞ പോലെ തന്നെ പാസ് 1-നകത്ത് എന്ത് ചെയ്യും, പ്രോസസ് ഓൾ മാക്രോ ഡെഫിനിഷൻസ് ആൻഡ് ഇൻ പാസ് 2 എക്സ്പാൻഡ് ഓൾ മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പാസ് വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കേസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില കേസിൽ എന്തായിരിക്കും, മാക്രോ ഡെഫിനിഷനകത്ത് തന്നെ വേറൊരു മാക്രോൻ്റെ ഡെഫിനിഷൻ വരാം. അതായത് ഒരു മാക്രോയുടെ ബോഡിക്കകത്ത് വേറൊരു മാക്രോയുടെ ഡെഫിനിഷൻ വരാം. അങ്ങനെ നെസ്റ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നെസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ 2 പാസ് അപ്രോച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് സിംഗിൾ പാസ് അപ്രോച്ച് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. നെസ്റ്റഡ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്രോയുടെ ബോഡിക്കകത്ത് വേറൊരു മാക്രോയുടെ ഡെഫിനിഷൻ വരുന്ന കേസ്. നമ്മളൊരു എക്സാമ്പിൾ കേസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ എക്സാമ്പിൾ ഓഫ് റിക്കർസീവ് മാക്രോ ഡെഫിനിഷൻ. നമുക്കതിന് വേണമെങ്കിൽ റിക്കർസീവ് മാക്രോ ഡെഫിനിഷൻ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ നമ്മൾ മാക്രോസ് എന്നുള്ളൊരു മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാക്രോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ പേര് കൊടുത്താണ് ഇവിടെ മാക്രോസ്. ഇത് മാക്രോ തന്നെയാണ് വേണ്ടത്, ഇവിടെ തെറ്റി കൊടുത്താണ്. ഓക്കെ. മാക്രോ. അപ്പോൾ അതിനകത്ത് ഇതാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത്രയും പാർട്ട് എന്താണ്, അതിൻ്റെ ബോഡിയാണ്. എന്നിട്ട് എമ്മൻ്റ് കൊടുത്തിട്ടുണ്ട്. മാക്രോസ് എന്നുള്ളത് മാക്രോ നമ്മുടെ പുതിയ മാക്രോയുടെ പേരാണെന്ന് വിചാരിക്കുക. മാക്രോ എന്നുള്ള ഡയറക്റ്റീവ് ഇവിടെ ഉണ്ട്. ദിസ് ഈസ് അവർ ഡയറക്റ്റീവ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് ദി ആക്ച്വൽ ബോഡി ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി മാക്രോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഈ എക്സാമ്പിളിൻ്റെ കേസിൽ ഈ ബോഡിക്കകത്ത് തന്നെ വേറെ മാക്രോയെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ RDBuf എന്നുള്ളൊരു മാക്രോ ഡിഫൈൻ, ഇവിടെയൊക്കെ കണ്ടൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളിത് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. RDBuf മാക്രോ എമ്മൻ്റ്, WRBuf മാക്രോ എമ്മൻ്റ്, പിന്നെ വേറെയും കുറേ മാക്രോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ IO ഓപ്പറേഷൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്രോസിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഈ ഒരു മാക്രോസ് എന്നുള്ള ഒരു ഔട്ടർ മാക്രോക്കകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ അതായത് കണ്ടെയ്ൻസ് ദി ഡെഫിനിഷൻസ് ഓഫ് RDBuf ആൻഡ് WRBuf റിട്ടേൺ ഇൻ SIC ഇൻസ്ട്രക്ഷൻ. SIC ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് RDBufനെയും WRBufനെയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 മാക്രോസ് അത് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമ്മളതിനെ മാക്രോസ് എന്നുള്ള വേറൊരു മാക്രോക്കകത്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെന്താണ് SICXC വെച്ചിട്ട് ഇത് സെയിം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള വേറൊരു 2 മാക്രോസ്, അതായത് RDBuf മാക്രോ ഇതിനകത്ത് SICXC വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്താന്ന് വിചാരിക്കുക. അതുപോലെ WRBuf SICXC വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്നിട്ട് എന്ത് ചെയ്യുകയാണ്, വേറെ ഔട്ടർ മാക്രോ എക്സ് മാക്രോ എന്നുള്ളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാക്രോ എക്സിൻ്റെ ബോഡിക്കകത്ത് വേറെ 2 മാക്രോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മളെന്താണ് SICXCയുടെ കേസിലുള്ള SICXC ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RDBuf ആൻഡ് SICXC ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് WRBuf. ഇതൊരു എക്സാമ്പിൾ കേസാണ്. സോ മാക്രോ എക്സ് contains the definition of RDBuf and WRBuf written in SICXC instructions. ഈ റിക്കർസീവായിട്ട് മാക്രോ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നെസ്റ്റഡായിട്ട് മാക്രോ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ പ്രോഗ്രാം ദാറ്റ് ഈസ് ടു റൺ ഓൺ SIC സിസ്റ്റം കുഡ് ഇൻവോക്ക് മാക്രോസ് whereas a program to be run on SICXC can invoke macro x. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. However, defining macros or macro x does not define RDBuf and WRBuf. These definitions are processed only when an invocation of macros s and macro x is expanded. Okay.
A one-pass macroprocessor that alternate between macro definition and macro expansion is in a recursive way is able to handle recursive macro definition. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ റിക്കേഴ്സീവ് ആയിട്ടുള്ള മാക്രോ ഡെഫിനിഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എ വൺ പാസ് മാക്രോ പ്രോസസ്സർ ദാറ്റ് ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ മാക്രോ ഡെഫിനിഷൻ ആൻഡ് മാക്രോ എക്സ്പാൻഷൻ ഇൻ എ recursive way is able to handle recursive macro definition. Restriction: the definition of a macro must appear in the source program before any statement that invoke that macro. This restriction does not create any real inconvenience. Which are the data structures for used in one pass macro processor? One of the data structure is definition table or def tab. Then another data structure is name tab or NAMTAB. Then arg tab or argument table. So first data structure, definition table or def tab, stores the macro definitions including macro prototype and macro body. Then comment lines are omitted. References to macro instruction parameters are converted into a positional notation for efficiency in substituting the arguments. അതെന്താണെന്നുള്ളത് നമ്മൾ പറയും. എന്തായാലും ഡെഫിനിഷൻ ടേബിൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ദാറ്റ് വിൽ സ്റ്റോഴ്സ് ദി മാക്രോ ഡെഫിനിഷൻ ഇൻക്ലൂഡിങ് ദി മാക്രോ പ്രോട്ടോടൈപ്പ് ആൻഡ് മാക്രോ ബോഡി. കമൻറ്റ് ലൈൻസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും. അതാണ് ഡെഫിനിഷൻ ടേബിൾ എന്ന് പറയുന്നത്. നെയിം ടാബ് ഓർ NAMTAB stores macro names, serves as an index to def tab or definition table. So in the case there will be pointers to the beginning and the end of macro definition in def tab. Then third one is argument tab, stores the arguments of macro invocation according to their position in the argument list. As the macro is expanded, arguments from argument tab are substituted for the corresponding parameters in the macro body. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗ്രം ഒന്ന് നോക്കാം. സോ ദിസ് ഈസ് അവർ ഓക്കെ മാക്രോ പ്രോസസർ ഡാറ്റ സ്ട്രക്ചർ. എക്സാമ്പിൾ കേസ് നമുക്ക് എന്താണ് ആർ ഡി ബഫിൻ്റെ കേസ് എടുക്കാമെന്ന് വിചാരിക്കുക. ആർ ഡി ബഫ് എന്നുള്ള അതൊരു നമ്മൾ നേരത്തെ എക്സാമ്പിളിൻ്റെ കേസിലുണ്ടായിരുന്ന ഒരു മാക്രോ ആണ് ആർ ഡി ബഫ്. അപ്പോൾ ആർ ഡി ബഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെഫിനിഷൻ ടേബിളിൽ എന്തുണ്ടായിരിക്കും? ആ ഒരു മാക്രോ കംപ്ലീറ്റ് അതിൻ്റെ ഡെഫിനിഷൻ, അതായത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഹെഡിങ് ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഹെഡർ പാർട്ട് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് എന്താണ്? ആ ബോഡി, നമ്മളെ മാക്രോൻ്റെ ബോഡി എന്താണ് ഉണ്ടായിരുന്നത് അത്രയും പാർട്ട് ഉണ്ടായിരിക്കും. എമൻറ്റ് ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും. ഇത് എന്ത് ചെയ്യും? ഡെഫിനിഷൻ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്യും മൊത്തം മാക്രോ. ഇനി നെയിം ടാബിനകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നു? ഓരോ മാക്രോ ഡെഫിനിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ നെയിം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പേരെന്തായിരുന്നു? ആർ ഡി ബഫാണ്. ആർ ഡി ബഫ് സ്റ്റോർ ചെയ്യും. ആൻഡ് ദർ വിൽ ബി 2 pointers. First pointer will point to the start of the definition within the definition table. അത് സ്റ്റാർട്ടിങ്ങിലോട്ട് പോയിൻ്റ് ചെയ്യും. സെക്കൻഡ് പോയിൻ്റർ എന്ത് ചെയ്യും? ദാറ്റ് വിൽ പോയിൻറ്റ്സ് ടു ദി എൻഡ്, ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടിലോട്ടും പോയിൻ്റ് ചെയ്യും. ഇങ്ങനെ ഓരോ മാക്രോ കറസ്പോണ്ടിങ് ആയിട്ടും ഡെഫിനിഷൻ ടേബിളിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യും. നെയിം ടേബിളിനകത്ത് എന്ത് ചെയ്യും? അതിൻ്റെ പേരും ഈ പോയിൻറ്റേഴ്സും സ്റ്റോർ ചെയ്യും. ഓക്കെ. ദെൻ ആർഗ്യുമെൻറ്റ് ടാബ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് മാക്രോ ഇൻവോക്കേഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ആർ ഡി, ഇഫ് വി ഹാവ് വൺ മാക്രോ കോൾ ലൈക്ക് ആർ ഡി ബഫ് F1, ബഫർ ലെങ്ത്. നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇങ്ങനെ ഒരു മാക്രോ ഇൻവോക്കേഷൻ, ഒരു ആർ ഡി ബഫിനെ കോൾ ചെയ്യാണ് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യാണ്. അപ്പോൾ അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് F1 ബഫർ ലെങ്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മാക്രോ എക്സ്പാൻഷൻ അല്ലെങ്കിൽ മാക്രോ ഇൻവോക്കേഷനാണ്. ഇങ്ങനെ ഒരു കോൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഓരോ ആർഗ്യുമെൻറ്റിനെയും
മാക്രോ ഇൻവോക്കേഷൻ വരുമ്പോൾ അതിനകത്തുള്ള ഓരോ ആർഗ്യുമെൻറ്റിനെയും എന്ത് ചെയ്യും, ആർഗ്യുമെൻറ്റ് ടാബ് എന്നുള്ളൊരു ടേബിളിനകത്ത് ഫില്ല് ചെയ്യും ഇതേ ഓർഡറിൽ. ഫസ്റ്റ് ആർഗ്യുമെൻറ്റിനെ ഫസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യും, ദെൻ ബഫർ ലെങ്ത്ത്. അപ്പോൾ ഇങ്ങനെ മാക്രോ ഇൻവോക്കേഷനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ് എന്ത്, ആർഗ്യുമെൻറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡെഫിനിഷൻ ടേബിളിനകത്ത് വേറൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യും, ഒരു പൊസിഷണൽ വാല്യൂ വെച്ചിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഈ ഇൻഡവിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ യൂസ് ചെയ്യുന്നു അവിടെ നമ്മൾ 1 യൂസ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് 1 യൂസ് ചെയ്തു. ബഫ് ADR എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ആർഗ്യുമെൻറ്റ്, സെക്കൻഡ് പാരാമീറ്റർ, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് 2. ഈ തേർഡ് ആർഗ്യുമെൻറ്റ് എവിടെ യൂസ് ചെയ്യുന്നു അവിടെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് 3 യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ആർഗ്യുമെൻറ്റിൻ്റെ പേര് ഇവിടെ യൂസ് ചെയ്യുന്നതിന് പകരം, ഈ പാരാമീറ്ററിൻ്റെ പേര് ഇവിടെ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു പൊസിഷണൽ നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഇവിടേക്ക്. അപ്പോൾ അങ്ങനെയും കൂടി റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഡെഫിനിഷൻ ടേബിളിനകത്ത്. ആക്ച്വൽ മാക്രോ ഡെഫിനിഷനകത്ത് അവിടെ എന്താ ഉണ്ടാവുന്നത്, ഇവിടെ അല്ല, ആക്ച്വൽ മാക്രോ ഡെഫിനിഷനകത്ത് ഇവിടെയൊക്കെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഈ ഒരു റൈറ്റ് ബഫിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഔട്ട് ഡെവനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബഫ് ADDR യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ പൊസിഷണൽ നൊട്ടേഷൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ LDT റെക്കോർഡ് ലെങ്ത് എന്നുള്ളതിന് പകരം എന്താവും, വിൽ ഹാവ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വരും. ദിസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. റെക്കോർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രാമത്തെ, 1 2 3, ക്വസ്റ്റ്യൻ മാർക്ക് 3 എന്ന് വരും. ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ എന്തായിട്ട് വരും, ക്വസ്റ്റ്യൻ മാർക്ക് ബഫ് ADDR എന്ത് വരും, ബഫ് ADDRൻ്റെ നമ്പർ 2 ആണ്. ഇതെന്ത് വരും, ക്വസ്റ്റ്യൻ മാർക്ക് ഔട്ട് ഡെവിൻ്റെ നമ്പർ എത്രയാണ്, 1 വരും. അങ്ങനെ അതാണ് പൊസിഷണൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊസിഷണൽ നൊട്ടേഷൻ വെച്ചിട്ടായിരിക്കും ഈ മാക്രോ ഡെഫിനിഷനകത്ത് മാക്രോ ബോഡി സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ അതുപോലെ ആർഗ്യുമെൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ ഇൻവൊക്കേഷൻ വരുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഓരോ ആർഗ്യുമെൻറ്റിനെയും ഇതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ F1 എന്നുള്ളത് ഈ മാക്രോ ബോഡി എക്സ്പാൻഷൻ ടൈമിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ പൊസിഷണൽ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എടുത്തിട്ട് 1 എന്നുള്ള പൊസിഷണൽ നൊട്ടേഷനുള്ളടത്ത് റീപ്ലേസ് ചെയ്യും, രണ്ടാമത്തെ എടുത്തിട്ട് 2 എന്നുള്ള റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ എക്സ്പാൻഡഡ് പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ നടത്തുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഈ റീപ്ലേസ് ചെയ്യൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ ഈസി ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള നമ്പറിങ് പൊസിഷൻ വെച്ചിട്ടാണ് ഇവിടെ പാരാമീറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ സിംഗിൾ പാസ് മാക്രോ പ്രോസസ്സറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗോരിതാണ്. അപ്പോൾ അത് തൽക്കാലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.